സഹൃദരെ നമസ്കാരം. മാച്ച് 58 പഞ്ചാബ് കിങ്സ് വേഴ്സസ് MI. പഞ്ചാബ് കിങ്സിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് 20 ഓവറിൽ 208 എന്നതിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. MIക്ക് ജയിക്കുക 201 റൺസ്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാൽ പവർ പ്ലേയിൽ 6 ഓവറിൽ 55-1 എന്ന രീതിയിലും 11.1 ഓവറിൽ 107-1 എന്ന വരെ നിന്ന ടീം പെട്ടെന്ന് 12.3 111-4 147 16.2 ഓവറിലുമായി. അതായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല 200 എന്ന സ്കോറിൽ എത്തുമെന്ന്. ഓക്കെ, അവിടെ നിന്ന് ഒമറസി 17 ബോൾ 38 റൺസ്, 2 4 4 6 4 ഔട്ടാക്കിയെങ്കിലും. അതുപോലെ വിഷ്ണു വിനോദ് ഇമ്പാക്ട് പ്ലെയർ 8 ബോൾ 15 റൺസ്, 1 4 1 6. ഫെർട്ടിലൈറ്റ് 7 ബോൾ 18 നോട്ട് ഔട്ടും, 2 4 1 6. ഇതാണ് അവരെ സ്കോർ കയറ്റിക്കൊണ്ട് പോയത്. 16.2 147 എന്ന നിലയിലാണ് കയറിപ്പോയത് കേട്ടോ. സൂപ്പർ. പ്രയാൻ ഷാരിയ 17 ബോളിൽ 22 റൺസ് അടിച്ചിട്ടുണ്ട്, 4 4 4 ഔട്ടാക്കിയ. പ്രഭ് സിമ്രാൻ 2 ലൈഫ് കിട്ടി, 5 റൺസിൽ നമൻദീർ ഇന്ന് വീണ്ടും ഒരു ക്യാച്ച് കളാച്ച കണ്ടായിരുന്നു. ബുംറയുടെ ആദ്യത്തെ വിക്കറ്റ് കിട്ടേണ്ട താനാണ്. ബുംറയ്ക്കൊന്നും വിക്കറ്റ് ഇല്ല. എന്നാൽ പ്രഭ് സിമ്രാൻ 32 ബോൾ 57 റൺസ്, 6 4 4 6 ടാക്കൂർ എടുത്തായിരുന്നു. ശ്രേയസ് 2 ബോൾ 4, ഫസ്റ്റ് ബോൾ 4, അടുത്ത ബോൾ ഔട്ട്. അത് കിടുക്കാച്ചി ബോൾഡ് ടാക്കൂർ. ടാക്കൂർ ഒന്നും പറയാനില്ല. കൊണോളി അതുപോലെ 22 ബോളിൽ 21 റൺസ്, 2 4 1 6. സുയാൻഷ് അടിച്ച 5 ബോൾ 8 റൺസാണ്, 1 6 മാത്രം ടാക്കൂറിനെ എടുത്തത്. ഇന്ന് ടാക്കൂറിനെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ടാക്കൂർ ഇന്ന് 4 ഓവർ 39-4 എന്നല്ലാണ്. ഫസ്റ്റ് ഓവർ ആണെങ്കിൽ 15 റണ്ണ് വാങ്ങിച്ചാണ്, 10-15 റണ്ണ്. അതുപോലെ ചാഹർ 36 റൺസിന് 2 വിക്കറ്റ് 4 ഓവറിൽ. ഓക്കെ, ബോഷ് 42 റൺസിന് 1 വിക്കറ്റ് 4 ഓവറിൽ. ഓക്കെ, പിന്നെ നമ്മുടെ ബാവ 11 റൺസിന് 1 വിക്കറ്റ് 1 ഓവറിൽ. അതുപോലെ ഹെവി ക്യാച്ചും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ബുംറ വിക്കറ്റ് ലെസ് ആണെന്നും ക്യാപ്റ്റനാണ്. 35-0-4. പക്ഷെ വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇമ്പാക്ട് പ്ലെയർ രോഹിത് ശർമ്മയും റിക്കറ്റിനുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഈ കളി, എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ഓക്കെ, പിന്നെ ആരൊക്കെ നമ്മുടെ റുത്തർഫോർഡും നമൻദീർ തിലകും രാജ്വാവ റിക്കൽട്ടനും പിന്നെ ജാക്സ് ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ഹെവി പ്രകടനം നടത്തിയാൽ മാത്രമേ ജയിക്കുള്ളൂ. മുംബൈക്ക് ജയിച്ചാലും തോറ്റാലും ഒന്നും സംഭവിക്കുക ഇല്ലാത്തതുകൊണ്ട് മുംബൈക്ക് ടെൻഷനില്ല. ടെൻഷൻ മൊത്തം പഞ്ചാബിനാണ്. പഞ്ചാബ് ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് സെക്കൻഡ് ഇന്നിംഗ്സ് കഴിഞ്ഞ് കാണാം. ബൈ.